അപ്പോൾ ഗൈസ് ആദ്യമേ ആകാശം കാണിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. നേരം നല്ല രീതിയിൽ പരപരാന്ന് വെളുത്ത് കേട്ടോ. 8 മണി എന്തോ ആയി. ഇപ്പോൾ അതാ എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇന്നൊരു വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചേ. പിന്നെ ബെഡൊക്കെ സെറ്റാക്കി മുഖം അലക്കാനായിട്ട് കയറിയിട്ടുണ്ട്. സാധാ എല്ലാവരും ഫേസ് വാഷൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. ഞാൻ പിയേഴ്സിൻ്റെ സോപ്പ് ഇട്ടിട്ടാണ് ഈ അലക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഏത് ഫേസ് വാഷ് ഇട്ടാലും മുഖത്ത് കുഴി വരും. ഇപ്പം ഇല്ലെന്നല്ല, മുടിയൊക്കെ കണ്ടോ ഗൈസ്, ചകിരിനാർ ഇതിലും ബെറ്റർ അല്ലേ. ഇനി ഇതെല്ലാം കൂടെ അടിച്ച് നനച്ച് എടുത്ത് വൃത്തിയാക്കണം എൻ്റെ പൊന്നെ. അങ്ങനെ ഏതൊക്കെയോ രീതിയിൽ ഞാൻ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല മുടിയൊക്കെ ഉള്ളതായിരുന്നു ഗൈസ്. ഈ നീറ്റിന് പഠിക്കാൻ തുടങ്ങി MBBS ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാം പോയി. അപ്പോൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക ഗൈസ്. പല്ലുരയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. പല്ല് ഫുള്ള് വാർത്ത് വെച്ചേക്കായതുകൊണ്ട് പല്ല് തേക്കുന്ന ശരിക്കും ഒരു ടാസ്ക് ആട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് 2 റൗണ്ട് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് തേച്ച് വെളുപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ എന്തായാലും ഗജനാവ് തുറന്ന് വെളിയിലിറങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അപ്പോൾ അതാണ് എൻ്റെ ബെഡ്. അതിമനോഹരമാണ്. കാരണം പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തുടങ്ങിയതല്ലേ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വാരി തേക്കാമെന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇപ്പോൾ ചുണ്ട് ഫുള്ള് കറുത്ത് പോയി ഗൈസ്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പറ്റത്തില്ല. ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഫുഡ് കഴിച്ചില്ലെന്ന് ഓർത്ത്. അങ്ങനെ പിന്നെ ഓടിപ്പിടിച്ച് ഫുഡ് കഴിക്കാൻ പോയി. കാരണം 9:30 വരെ ഉള്ളായിരുന്നു ഫുഡ്. എൻ്റെ ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലാഗ് വന്ന്. ചായ ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, ദോശ തിരിച്ചിട്ട് അപ്പം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ അപ്പം കാണുന്നത്. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഞാൻ മുട്ട പൊളിച്ചതിൻ്റെ ഭംഗി കാരണം മുട്ടത്തോടിനകത്ത് ഫുള്ള് മുട്ട ഇരിക്കുമായിരുന്നു ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു പണിയും ഇല്ലാത്ത സൺഡേ ആണ് ഗൈസ്. ബിസി സൺഡേ ആണ്. അപ്പം ഒരു പണിയില്ലാത്ത ദിവസം വീഡിയോ എടുക്കണോ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തലവൻ സിനിമ കാണാൻ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഗൈസ്. ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ പണി പാളി. അപ്പോഴാണ് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. കുറേ ലിപ്സ്റ്റിക്കൊക്കെ പോയി. ബാക്കി ഞാൻ തീർന്നു ഗൈസ്. പിന്നെ ഗൈസ് ഇന്ന് എനിക്ക് ജനറൽ മെഡിസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ടുണ്ട്. കാരണം ആ സാറിനെ ഞാൻ യൂട്യൂബറാണെന്ന് അറിയാം കേട്ടോ. കഴിഞ്ഞ ബാച്ചിൽ, അതായത് ഞങ്ങളുടെ മുന്നത്തെ ബാച്ചിൽ എടുക്കുക സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിലാണോ ആ യൂട്യൂബർ കൊച്ചുള്ളതെന്ന്. അപ്പം പിന്നെ സാറിന് എന്തായാലും എന്നെ അറിയാമായിരിക്കും. എനിക്ക് അതുകൊണ്ട് പേടിയുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വഴക്കൊക്കെ പറയാനാണോ എന്നൊക്കെ. അപ്പം എന്തായാലും നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതുകൂടെ കുളമായിപ്പോയി കഴിഞ്ഞാൽ സാറിന് മനസ്സിലാവത്തില്ല. നമ്മളിപ്പം ഒന്നും പഠിക്കുന്നില്ല, ചുമ്മാ യൂട്യൂബും കളിച്ച് നടക്കുക. സത്യം അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇന്നലെ ജോർജ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ജോർജ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ സാറ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. സാറിന് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഈ എടാ എന്നുള്ള വിളിച്ചുള്ള സംസാരം നല്ല ഇൻറ്റിമസി തോന്നുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ് സാറ്. ഭയങ്കര സന്തോഷം തോന്നി സാറിനെ വിളിച്ചപ്പോഴൊക്കെ. അപ്പം അങ്ങനെ കാരണം ഞാൻ പിള്ളേരെ പറ്റിയൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഇത്തിരിയും കൂടി അപ്ഡേറ്റഡ് അല്ല എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് മൊത്തം 4.5 വർഷത്തിന് മുന്നത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനെ ഞാൻ നേരിട്ട് വിളിച്ചോളാം പറഞ്ഞു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ. അപ്പം അങ്ങനെ സാർ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ ഹോസ്റ്റലിൽ സാറ് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് മാത്രമേ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ വിളിച്ചൊക്കെ സംസാരിക്കുമ്പോൾ. അവർക്ക് ശരിക്കും ഭയങ്കര ഡൗൺ ടു എർത്ത് ആളുകളാണ്. ചുമ്മാ ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര 500K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലുള്ള സാറാണ്. എന്നിട്ടും ഇത്രയും ചെറിയൊരു ചാനൽ ഉണ്ടായിട്ടും അവരെപ്പറ്റി പറയുന്നുണ്ടല്ലോ എന്നുള്ള ഇതുകൊണ്ടല്ലേ സാർ എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാമെന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ലാപ്ടോപ്പ് വീട്ടിലായി പോയതാണ്. ലാപ്ടോപ്പിലല്ലേ നമ്മൾ സാധാരണ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഫോണിൽ ചെയ്യണം. ഫോണിൽ ചെയ്യുമ്പോൾ രണ്ടും കൂടെ പറ്റില്ലല്ലോ. ഞാൻ പ്രസൻറ്റേഷൻ എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ സൈഡിലൊന്ന് കാണിച്ചു തരാം സംഭവം എന്തുവാന്നുള്ളത്. അപ്പം അങ്ങനെ പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റൊക്കെ നന്നായിട്ട് അരച്ച് കളിക്കി കുടിച്ചിട്ട് ബോർഡിലൊക്കെ പോയി എഴുതി പഠിപ്പിക്കുന്ന പോലെയായിരുന്നു പ്രസൻറ്റേഷൻ. ഇപ്പം പിന്നെ നമുക്ക് പവർ പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പഠിപ്പിച്ചാണ്. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് പോയി പ്രസൻറ്റേഷൻ്റെ പരിപാടികൾ നോക്കിയാലോ. അപ്പോൾ ഗൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈല്. കണ്ണ്, ലിപ്സ്റ്റിക്ക്, മാല, ടോപ്പ്. അപ്പോഴത്തേക്കും തന്നെ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡിയായി. ഒരു അബദ്ധം പറ്റി ഗൈസ്. ഞാനത് തല കുളിച്ചു. അപ്പോൾ ഫുള്ള് മുടി നനഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുടി ഉണക്കാനുള്ള സമയമില്ല. നമുക്ക് പോവാം. അപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മളുടെ ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ട്. 2 കാറിലായിട്ടാണ് പോകുന്നത്. നമ്മളുടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്.
അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം, അവരെയും കാണിച്ചു തരാം. ഗൈസ്, എനിക്ക് ഇത്രയും കൂടെ സമയം കിട്ടി. ബാക്കിയുള്ളവരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ എന്താ ഫാനിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് മുടി ഉണക്കുവാണ്. എന്നെക്കൂട്ട് ഇത്ര ദാരിദ്ര്യമുള്ള ആരെങ്കിലും കാണുമോ ഗൈസ്? ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ? ഞാൻ എന്താ മുടി കെട്ടിയിട്ടാണ് മുടി ഉണക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഉണങ്ങത്തില്ല എന്ന് പോലും ഉള്ളൊരു ബോധമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഫുള്ള് ലുക്ക്. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ടോപ്പും പാൻറ്റും ഷൂസും ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഇതാ പോവാണ്. കാരണം അവരെന്നെ വിളിച്ചു. കുറച്ച് നേരം കൂടെ വിളിച്ചിട്ടും വന്നില്ലെങ്കിൽ പിന്നെ ആ ഒരു വലിയൊരു വഴക്കാവും. അപ്പോൾ ഇതാണ് ഇന്ന്. ആകാശം നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുമായിരുന്നു ഗൈസ്. മഴയുടെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടിപൊളി നല്ല സെറ്റ് എൻവയോൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതേ പിള്ളേർ നമ്മളെ ആ കാറിനകത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് ഈ കാറിലും ബാക്കി 5 പേര് വേറെ കാറിലുമായിരുന്നു, ശരത്തിൻ്റെ കാറിൽ. അപ്പോൾ ഈ കാറ് ഡ്രൈവ് ചെയ്ത വിനായകായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണേ. എത്തിയപ്പോൾ ലൈറ്റായിട്ട് ഇത്തിരി ലേറ്റായി പോയി. അപ്പോൾ നമ്മൾ കെ സിനിമാസിലാണ് കേട്ടോ സിനിമ കാണാൻ വന്നത്. ഇപ്പോൾ നമ്മളിതാ സിനിമ കണ്ട് ഇറങ്ങിയ ഇതാണ് ഞാൻ കാണിക്കുന്നത്. കാരണം ലൈറ്റായിട്ട് ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട് ടൈറ്റിൽ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അത് മതി. അപ്പോൾ ഗൈസ്, പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുണ്ട്. പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തീർന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ സമയമില്ല, പോയി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ട് ഫുഡ് അടിച്ച് ഒറ്റ സ്ട്രെച്ചിൽ തിരിച്ചു വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ മൊത്തം പേരും ഇന്ന് വന്നു. അപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ തന്നങ്ങനെ ഞാൻ പ്രസൻറ്റേഷനൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് അടിക്കാൻ പോകണോ തിരുക്കൊച്ചി പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. മിക്കവാറും നമ്മൾ തിരുക്കൊച്ചി പോകും. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ 2-3 പെൺകൊച്ചുങ്ങളും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ തിരുക്കൊച്ചെങ്കിൽ തിരുക്കൊച്ചി, ഫുഡെങ്കിൽ ഫുഡ്, അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ട് ഫുഡ് അടിച്ച് ഒറ്റ സ്ട്രെച്ചിൽ തിരിച്ചു വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ മൊത്തം പേരും ഇന്ന് വന്നു. അപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ തന്നങ്ങനെ ഞാൻ പ്രസൻറ്റേഷനൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് അടിക്കാൻ പോകണോ തിരുക്കൊച്ചി പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. മിക്കവാറും നമ്മൾ തിരുക്കൊച്ചി പോകും. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ 2-3 പെൺകൊച്ചുങ്ങളും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ തിരുക്കൊച്ചിയെങ്കിൽ തിരുക്കൊച്ചി, ഫുഡെങ്കിൽ ഫുഡ്, അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ബോട്ട് സ്റ്റോഡിയിൽ പോയത് ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിൽ എവിടെയോ ഉണ്ട്. തപ്പിയെടുക്കണം ഒരു ദിവസം. ബോട്ട് സ്റ്റോഡിയിൽ പോയില്ലേ? ആ, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന മിഥുൻ, 24 മണിക്കൂറും ഫോണിലിരിക്കുന്ന ദൃശ്യ, അഭിനവ് എന്ത് ചെയ്യുന്നെന്ന് എത്തി നോക്കുന്ന സാൻഡ്ര, സാൻഡ്ര എന്തോ കാണിക്കുന്ന അഭിനവ്, ആരെയൊക്കെയോ ഫോൺ വിളിക്കുന്ന വിനായക്. സെയിം കേസ് ഇവിടെ ദേവിക, എടുക്കുന്ന ശില്പ. തീർന്നു ഗൈസ്. ആ ചേട്ടൻ എന്തൊക്കെയോ തല്ലിപ്പൊളിക്കുന്നു. നമ്മുടെ ഫുഡാണെന്ന് തോന്നുന്നു. ഇതൊരു അപ്പൂപ്പനാ കണ്ടുപിടിച്ചത്. സാക്ഷ്യം